നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് സ്ക്രീനിംഗ് കമ്മിറ്റി കൂടിക്കാഴ്ച ഇന്നും തുടരും. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി ഉള്ള സംഘം മുതിർന്ന നേതാവ് AK ആന്റണിയെ കണ്ടു. സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾക്ക് ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയെ കാണാൻ കഴിയും. ശ്രീജിത്ത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് വീണ്ടും ചേരുന്നു. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിനായി ഹൈക്കമാൻഡ് നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മധുസൂദൻ മിസ്രിയും 2 അംഗങ്ങളും ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്തെത്തിയ മധുസൂദൻ മിസ്രിയും സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായും KPC അധ്യക്ഷൻ സണ്ണി ജോസഫുമായും ഇന്നലെ ചർച്ച നടത്തി. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പൊതുകാര്യങ്ങളായിരുന്നു ഈ ചർച്ചയിലെല്ലാം ഉണ്ടായിരുന്നത്. ഇന്നും പ്രധാന നേതാക്കളുമായുള്ള ചർച്ച തുടരാൻ തന്നെയാണ് മധുസൂദൻ മിസ്രി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ആളുകൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കും പട്ടിക കൈമാറാനുള്ള അവസരമുണ്ടാകും. ഇതോടൊപ്പം തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആലോചന ഒന്നാം ഘട്ട പട്ടിക ജനുവരി 20 മുമ്പ് ഒന്നാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കണമെന്ന ഒരു തീരുമാനമാണ് വയനാട്ടിൽ നടന്ന ലീഡർഷിപ്പ് സമ്മിറ്റിൽ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് പട്ടിക പ്രഖ്യാപിക്കാനാകുമെന്ന തരത്തിലുള്ള ആലോചനയാണ് KPC അധ്യക്ഷനുമായും മറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാരുമായും മറ്റും നടത്തുന്ന കൂടിയാലോചനയിൽ തീരുമാനിക്കുക. ഈ കാര്യത്തിൽ വളരെയധികം വേഗത്തിൽ പട്ടിക പ്രഖ്യാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലെ ഒരു മേൽക്കൈ നേടണമെന്ന ഒരു അഭിപ്രായമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പൊതുവെയുള്ളത്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നും ഒരുപക്ഷെ നാളെയും കേരളത്തിൽ തന്നെ തുടരാനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും ഈ നിലവിലുള്ള സിറ്റിംഗ് MLA-മാർക്ക് MLA-മാരടങ്ങുന്ന ഒരു പട്ടിക തയ്യാറാക്കാൻ പോകുന്നത്. അത് ഹൈക്കമാൻഡുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.